PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക് ക്ലർക്ക്, CSEB എക്സാംസ് തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഔർ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ഓൾഡ് നെയിം ഓഫ് സെൻട്രൽ ബാങ്ക് വാസ് ബാങ്ക് ഓഫ് ഇഷ്യൂ. സെൻട്രൽ ബാങ്കിൻ്റെ പഴയ പേരാണ് ബാങ്ക് ഓഫ് ഇഷ്യൂ എന്നത്. ഏറ്റവും പഴയ സെൻട്രൽ ബാങ്ക് സ്വീഡൻ്റെ സെൻട്രൽ ബാങ്കാണ്. അത് റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വീഡൻ്റെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്നത് റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ. ഇതാണ് ഏറ്റവും പഴയ സെൻട്രൽ ബാങ്ക്. 1656 സ്വീഡൻ്റെ സെൻട്രൽ ബാങ്ക് ഫോം ചെയ്തത്. ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് നോട്ട് ഇഷ്യൂ ഈസ് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. നോട്ട് ഇഷ്യൂ ചെയ്ത ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്കാണ്. നോട്ട് ഇഷ്യൂ ചെയ്ത ആദ്യത്തെ സെൻട്രൽ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. 1694 ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്ക് ഫോം ചെയ്തത്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്നത് ഫെഡറൽ റിസർവ് സിസ്റ്റം എന്നാണ്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്നത് ഫെഡറൽ റിസർവ് സിസ്റ്റം. ഫെഡറൽ റിസർവ് സിസ്റ്റം നിലവിൽ വന്നത് 1913. നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 1935. കിങ് ഓഫ് ഇന്ത്യൻ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക്, കിങ് ഓഫ് മണി മാർക്കറ്റ്, ഗാർഡിയൻ ഓഫ് മണി മാർക്കറ്റ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നാഷൻസ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്. RBIയുടെ മറ്റ് പേരുകൾ കിങ് ഓഫ് ഇന്ത്യൻ ബാങ്ക്, കിങ് ഓഫ് മണി മാർക്കറ്റ്, ഗാർഡിയൻ ഓഫ് മണി മാർക്കറ്റ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ബാങ്കേഴ്സ് ബാങ്ക്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നാഷൻസ് ബാങ്ക്. നാഷൻസ് ബാങ്കാണ് RBI. നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത് നബാർഡാണ്. RBIയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. Hilton Young Commission recommended the creation of a central bank. Royal Commission on Currency and Finance is popularly known as Hilton Young Commission. Hilton Young Commissionന്റെ മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്. ഈ ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. 1925. 1926 ഈ കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1931 ഒരു എൻക്വയറി കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുകയും 1933 RBI ആക്ടിന് ഉള്ള ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. RBI ആക്ട് നിലവിൽ വന്നത് 1934 മാർച്ച് 6 അതുപ്രകാരം RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 RBI came into force on 1st April 1935. RBI ആക്ട് ഇനാക്ട് ചെയ്തത് 6th March 1934. RBI came into force on 1st April 1935. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മാതൃകയിലാണ് RBI പ്രവർത്തിക്കുന്നത്. RBI ഫോം ചെയ്തത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു. ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി. RBI was formed as a shareholders bank with an initial capital of 5 crore. 1935 RBI ഫോം ചെയ്യുന്ന സമയത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലായിരുന്നു. 1937 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി. ഇപ്പം RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ നരിമാൻ പോയിന്റിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. RBI ഫോം ചെയ്തത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അത് 1948 വരെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് പ്രവർത്തിച്ചു.
1949 RBIനെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി പ്രഖ്യാപിക്കുകയും നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. RBI നാഷണലൈസ് ചെയ്ത വർഷം 1949 ജനുവരി 1. RBI ഫോം ചെയ്തത് 1935 ഏപ്രിൽ 1-നാണ്. നാഷണലൈസ് ചെയ്തത് 1949 ജനുവരി 1-ന്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBI സോണൽ ഓഫീസേഴ്സ് ഇൻ മുംബൈ, ചെന്നൈ, ഡൽഹി ആൻഡ് കൽക്കട്ട. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. RBIക്ക് എത്ര സോണൽ ഓഫീസേഴ്സ് ഉണ്ട്? 4. മുംബൈ, ചെന്നൈ, ഡൽഹി ആൻഡ് കൽക്കട്ട. RBIയുടെ ചീഫ് എന്ന് പറയുന്നത് RBI ഗവർണറാണ്. RBI ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ദ സെൻട്രൽ ക്യാബിനറ്റ് ആണ്. സെൻട്രൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് RBI ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് RBI ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ആദ്യത്തെ RBI ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. 1935 മുതൽ 1937 വരെയാണ് ഇദ്ദേഹം ഗവർണറായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI CD ദേശ്മുഖ്. മൂന്നാമത്തെ RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ RBI ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം CD ദേശ്മുഖ്. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഇദ്ദേഹം രണ്ടാമത്തെ RBI ഗവർണറായിരുന്നു. 1937 മുതൽ 1943 വരെയാണ് ഇദ്ദേഹം RBI ഗവർണറായിരുന്നത്. RBI ഗവർണറുടെ ടേം ഓഫ് ഓഫീസ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇദ്ദേഹമാണ്, ജെയിംസ് ടെയ്ലറാണ് കറൻസി നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ചത്. 1938 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് RBI ഗവർണറായിരുന്നത് ജെയിംസ് ടെയ്ലറാണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്നത് ബെനഗൽ രാമറാവു ആണ്. ദ ലോങ്ങസ്റ്റ് സെർവിംഗ് ഗവർണർ ഓഫ് RBI ബെനഗൽ രാമറാവു. 1949 മുതൽ 1957 വരെയാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ചിരുന്നത്. ഫസ്റ്റ് വുമൺ RBI ഡെപ്യൂട്ടി ഗവർണർ KJ ഉദേശി. RBIയുടെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 അംഗങ്ങളുണ്ട്. അതിൽ RBI ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും ഉൾപ്പെടുന്നു. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. ആദ്യത്തെ വുമൺ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നത് KJ ഉദേശി. RBI ഗവർണറായിരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് മൻമോഹൻ സിംഗ്. RBIയുടെ ഗവർണറായിരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. ഇദ്ദേഹം 15ാമത്തെ RBI ഗവർണറായിരുന്നു. നിലവിലെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. നിലവിലെ RBI ഗവർണർ ശക്തികാന്ത ദാസ്. 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്, സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ, മോഡേണൈസിംഗ് ദ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ടു മീറ്റ് എക്കണോമിക് ചലഞ്ചസ്. ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നു, മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു, അതുപോലെ മോഡേണൈസിംഗ് ദ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ടു മീറ്റ് എക്കണോമിക് ചലഞ്ചസ്. ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷനാണ്. RBI is the controller and regulator of credit in India. RBI is the controller and regulator of credit in India. RBI പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. RBI ആക്ട് ആസ് എ ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ 20 ഓഫ് RBI ആക്ട്. RBI ആക്ടിൻ്റെ 20ാമത്തെ സെക്ഷനിൽ പറയുന്നത് RBI ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണ് എന്നാണ്. RBI 2 മെത്തേഡ് ആണ് ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. അതിൽ ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ ഇങ്ങനെയുള്ള ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് വരുന്നുണ്ട്.
രണ്ടാമത്തെ മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിൽ റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, പബ്ലിസിറ്റി, മോറൽ സോഷൻ, ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, കൺട്രോൾ ഓഫ് ബാങ്ക് അഡ്വാൻസസ് ത്രൂ ഡയറക്റ്റീവ്സ് തുടങ്ങിയ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് വരുന്നു. അപ്പം സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷനാണ് നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. Function of note issue is maintained through two departments, namely issue department and banking department. നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി RBIക്ക് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നു. അത് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. The ways and means advances given by RBI to central and state government is for a period of 3 months. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും RBI വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് കൊടുക്കുന്നത് 3 മാസത്തേക്കാണ്. ഈ ലാസ്റ്റ് കഴിഞ്ഞ അതായത് 19/5/2024 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ചോദ്യമായിരുന്നു വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ RBI വിച്ച് കംസ് അണ്ടർ ഡാഷ് സെക്ഷൻ ഓഫ് RBI ആക്ട്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ RBI വിച്ച് കംസ് അണ്ടർ ഡാഷ് സെക്ഷൻ ഓഫ് RBI ആക്ട്. ഉത്തരം സെക്ഷൻ 17 സബ്സെക്ഷൻ 5. RBI ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം സെക്ഷൻ 17 സബ്സെക്ഷൻ 5. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. അതിൻ്റെ ഉത്തരം 6 ആണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സാണ് ഉള്ളത്. ലീഡ് ബാങ്ക് സ്കീം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് RBI സ്റ്റാർട്ട് ചെയ്തത് 1969. ലീഡ് ബാങ്ക് സ്കീം വാസ് സ്റ്റാർട്ടഡ് ബൈ RBI ഇൻ 1969. RBIയുടെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്. ദ പബ്ലിക്കേഷൻ ഓഫ് RBI ഈസ് കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്. RBI is the custodian of foreign exchange reserve of India. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കസ്റ്റോഡിയനാണ് RBI. RBI ഫോളോസ് മിനിമം റിസർവ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി RBI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഏതാണ് അല്ലെങ്കിൽ മെത്തേഡ് ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റം. RBI ആദ്യം 1938 മുതൽ 1957 വരെ ഫോളോ ചെയ്തിരുന്നത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. 1957 മുതലാണ് മിനിമം റിസർവ് സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. 4 തരത്തിലുള്ള നോട്ട് ഇഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം, മാക്സിമം ഫൈഡ്യൂഷ്യറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം. ഇതിൽ 1938 മുതൽ 57 വരെ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. RBI ഇപ്പം ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റം മെത്തേഡാണ്. 4 തരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് നോട്ട് ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തേത് ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം. ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ഇഷ്യൂ കറൻസി നോട്ട്സ് അപ് ടു എ സെർട്ടൻ ലിമിറ്റ് വിത്തൗട്ട് ഗോൾഡ് റിസർവ്. ഫൈഡ്യൂഷ്യറി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിത്തൗട്ട് ഗോൾഡ് റിസർവ് എന്നാണ്. ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റത്തിൽ ഗോൾഡ് റിസർവ് ഇല്ലാതെ ഒരു സെർട്ടൻ ലിമിറ്റ് വരെ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. രണ്ടാമത്തേത് മാക്സിമം ഫൈഡ്യൂഷ്യറി സിസ്റ്റമാണ്. ഗവൺമെൻറ് ഫിക്സസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് നോട്ട്സ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. അണ്ടർ ദിസ് സിസ്റ്റം നോ ഗോൾഡ് റിസർവ് ഈസ് റിക്വയർഡ് ബട്ട് മേ ബി കവേർഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് ഗോൾഡ് റിസർവ് ഇല്ലാതെ ഗവൺമെൻറ് മാക്സിമം എമൗണ്ട് ഓഫ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഗോൾഡ് റിസർവിന് പകരം എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്. മൂന്നാമത്തെ മെത്തേഡാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. എ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് നോട്ട് ഇഷ്യൂ ഷുഡ് ബി ബാക്ക്ഡ് ബൈ ഗോൾഡ് റിസർവ് ആൻഡ് ദ റിമൈനിങ് പോർഷൻ മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ട്രേഡ് ബിൽസ്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് നോട്ട് ഇഷ്യൂ എന്ത് ചെയ്യുന്നു? ഗോൾഡ് റിസർവ് ചെയ്യുന്നു. ബാക്കി റിമൈനിങ് പോർഷൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രേഡ് ബിൽസ് കൊണ്ട് കവർ ചെയ്യുന്നു. നാലാമത്തെ സിസ്റ്റമാണ് മിനിമം റിസർവ് സിസ്റ്റം.
The central bank required to maintain a minimum amount of gold or foreign currencies or both as reserve against the issue of any amount of currency note. ഗോൾഡ് റിസർവും ഫോറിൻ കറൻസീസും ഗവൺമെൻറ് സെക്യൂരിറ്റീസും എല്ലാം ഒരു മിനിമം എമൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. RBI ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഈ മിനിമം റിസർവ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ആണ്. RBI ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സെക്ഷൻസ് പഠിക്കാം. സെക്ഷൻ 20 RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? RBI ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരമാണ്. സെക്ഷൻ 22 പറയുന്നത് മോണോപ്പൊളി പവർ ടു ഇഷ്യൂ കറൻസി നോട്ട്. RBIക്ക് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കുത്തക അവകാശം മോണോപ്പൊളി പവർ ഉള്ളത് സെക്ഷൻ 22 പ്രകാരമാണ്. സെക്ഷൻ 42 ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ച് പറയുന്നത്. RBI ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 42. സെക്ഷൻ 49 ബാങ്ക് റേറ്റിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 49 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് ബാങ്ക് റേറ്റ്. നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1934 മാർച്ച് 6. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935. നാഷണലൈസ് ചെയ്തത് 1949 ജനുവരി 1. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് 1937. ഇപ്പോൾ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ വാസ് ഓൾസോ നോൺ ആസ് റോയൽ കമ്മീഷൻ. RBI വാസ് സെറ്റപ്പ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI ഈസ് നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ദ റെഗുലേറ്റർ ഓഫ് ലോൺസ് RBI. The Banking Ombudsman Scheme has been formulated by RBI. RBI ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർമുലേറ്റ് ചെയ്തത്. ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്ന വർഷം 1995. ദ ക്രെഡിറ്റ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് RBI ആണ്. ദ ബാങ്ക് വിച്ച് റെപ്രസെൻറ്റ്സ് ഇന്ത്യ ഇൻ ദ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RBI ആണ്. The animal embossed on the emblem of RBI is tiger. RBIയുടെ എംബ്ലത്തിലുള്ള ആനിമൽ ഏതാണ്? ടൈഗർ ആണ്. അതുപോലെ തന്നെ ട്രീ പാം ട്രീ ആണ്. ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് RBIയുടെ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷനാണ്. 4 മെത്തേഡ് ഉണ്ട് ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. 2 തരത്തിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മറ്റൊരു പേര് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്